ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മരിപ്പാട്. അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഒരു A4 ഷീറ്റ് ഇട്ടൊന്ന് മടക്കുക. ഞാനൊരു ഫ്രൂട്ട്സ് ബ്ലൈൻഡ് ബാഗാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ഫ്രൂട്ട്സ് എഴുതി കൊടുക്കാം. ഓക്കെ, ഇത് ഫ്രൂട്ട്സ് ബ്ലൈൻഡ് ബാഗാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലത്തെ ഭാഗം നമുക്ക് ഇങ്ങനെ ചെയ്യാം. നമുക്ക് ബാക്കിലെ ഭാഗം കൂടി നമുക്ക് കുറച്ച് സർക്കിളും കൂടി വരയ്ക്കണം. നമുക്ക് എത്ര ഈ സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കോമൺ എഴുതി കൊടുക്കാം. ഓക്കെ, കോമൺ. ഇനി ഇത് നമുക്ക് റെയർ ആട്ടോ. ഇത് നമുക്ക് കോമൺ എപ്പിക് ലെജൻഡറി അങ്ങനെ കേട്ടോ. ഇവിടെ എപ്പിക് എഴുതി കൊടുക്കാം. ഓക്കെ, ഇത് ലെജൻഡറി. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഭാഗം ഒന്ന് നോക്കി. ഫ്രൂട്ട്സ് ബ്ലൈൻഡ് ബാഗ് കോമൺ, ഫ്രൂട്ട്സ് ബ്ലൈൻഡ് ബാഗും പിന്നെ കോമൺ ആയിരുന്നു. ഇതിന് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യണോ. ഇത് നമുക്ക് കളർ കൊടുക്കാം. കളർ കൊടുക്കാൻ ഞാൻ കുറച്ച് കളർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഈ കളർ തന്നെ കൊടുക്കണ്ടെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനൊരു ഇത് ഫസ്റ്റ് പിങ്ക കൊടുത്തിട്ടുണ്ട്. പിങ്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത കളർ റെഡ് എടുക്കാം. റെഡ് നമുക്ക് ഈ മൂന്നാമത്തേന് കൊടുക്കാം. നമുക്ക് അടുത്ത കളറ് ബ്ലൂ യെല്ലോ എടുക്കാം. യെല്ലോ ഇവിടെ കൊടുക്കാം. റെയിലാട്ടോ യെല്ലോ കൊടുക്കുന്നത്. ഇതിൽ ഞാൻ ബ്ലൂ ആയിട്ട് കൊടുക്കാൻ പോണേ. നിങ്ങൾ ഈ ഫോണും ടിവിയും കാണുന്ന പകരം ഈ ബ്ലൈൻഡ് ബാഗൊക്കെ ഉണ്ടാക്കുക. നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് കുറേ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ പൊട്ടിക്കണം. അപ്പോൾ നമുക്ക് പിങ്കും പിന്നെ യെല്ലോയും പിന്നെ റെഡും പിന്നെ ബ്ലൂവും അതായി ഫ്രൂട്ട്സ് ബ്ലൈൻഡ് ബാഗും നമ്മൾ ഇത് മാറ്റി വെക്കാം. അല്ല, മാറ്റി വെക്കേണ്ട ഗ്ലൂ എടുക്കുക ആദ്യം.
എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ബ്ലൈൻഡ് ബാഗ് എന്താണെന്ന് അറിയോ? ഇനി നമുക്ക് ഇതിൽ ഒട്ടിക്കണമെന്ന് സൈഡിൽ ഒട്ടിയിട്ടില്ല. ഈ ഭാഗമാണ് കൊള്ളാം. ഈ ഭാഗത്ത് നമുക്ക് കളർഫുള്ളല്ല. കയ്യിലാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒട്ടിക്കണം. ഇത് ഇനി മാറ്റും. നമുക്കൊരു അടുത്ത പേപ്പർ എടുക്കാം. അതിൽ നമുക്ക് വാട്ടർ മെലൺ വരയ്ക്കാം. വാട്ടർ മെലൺ അല്ല ടൊമാറ്റോ. ഒരു പീസ് എടുക്കുക. ഈ ഒരു പീസ് കട്ട് ചെയ്യാം. നമുക്ക് ഇതിൽ മെനുന്ന് എഴുതി കൊടുക്കുക. വാട്ടർ മെലൺ. ഇതിന് വാട്ടർ മെലൺ ആണോ എന്ന് ടിക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്ട്രോബെറി എഴുതാം. ഇത് സ്ട്രോബെറി ആണോ ടിക്ക് ഇട്ട് കൊടുക്കാം. ഈ ലാസ്റ്റ് പറഞ്ഞല്ലോ നമുക്ക് ഓറഞ്ച് എഴുതാം. വേണ്ട, ഗ്രേപ്പ് എഴുതാം. മെനു ആയി. മെനു നമുക്ക് എന്താ ഇതിൻ്റെ ഉള്ളിൽ കൂടാം. ഫ്രൂട്ട്സ് ബ്ലെൻഡ്. അതിൽ ആ മെനുവിൽ വാട്ടർ മെലൺ യൂഗോട്ട് കോമൺ യൂഗോട്ട് ഉണ്ടാക്കണം. നമുക്ക് ഏതാ യൂഗോട്ടിലൊക്കെ നമ്മൾക്ക് കോമൺ ആക്കാം. നിങ്ങൾ ഏതാക്കണം? ഞാൻ കോമൺ ആക്കണം. കോമൺ ആക്കണമെന്നൊന്നും ഇഷ്ടമില്ല. എനിക്ക് ഇഷ്ടമല്ല. ചില ആൾക്കാർക്ക് ഇതിൻ്റെ നോക്കാം. നല്ലപോലെ മടക്കിയിട്ട് നല്ലപോലെ ഈ ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്കിതിൽ യൂഗോട്ട് എഴുതാം. യൂഗോട്ട് എഴുതി. നമുക്കിതിൽ കോമൺ അല്ല കിട്ടിയത്, കോമൺ എഴുതാം. നമുക്ക് ഇഷ്ടമല്ല ചെയ്യാൻ കോമൺ ഇട്ട് നമുക്ക് ഇവിടെ ഒരു സർക്കിൾ അയച്ചെടുക്കാം. ഇതിൽ പിങ്ക് എടുക്കാം. യൂഗോട്ട് കോമൺ ആട്ടോ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടാം.
നമുക്കൊരു വാട്ടർമെലൺ വെച്ച് മെനുവിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് വാട്ടർമെലൺ കേട്ടോ. പിന്നെ സെയിം സൈസ് തന്നെ നമുക്ക് വേണം. അപ്പം ഇങ്ങനെ ഒന്ന് വെച്ചെടുത്താൽ മതി. അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാട്ടോ സോറി, ഇത് ഇങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ ഇത് പൊട്ടിച്ചിട്ട് കളർ എടുക്കാം. റെഡ് കളർ എടുക്കാം. അതിന് ഇവിടെ കൊടുക്കാം. വാട്ടർമെലന്റെ കളർ റെഡ് തന്നെ. കുറച്ച് ഗ്രീനും നമുക്ക് ഇവിടെ ഗ്രീനും കൊടുക്കാം, ഇവിടെയും ഗ്രീനും. ആകെ തെറ്റി. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണ്ടെങ്കിൽ കോമെന്റിൽ ചോദിക്കട്ടോ. നമ്മൾ വാട്ടർമെലൺ സ്ക്വിഷിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വാട്ടർമെലൺ നട്ടോ കിട്ടോ. മെനുവിൽ നമ്മൾ വാട്ടർമെലണും ഗ്രേപ്പും സ്ട്രോബെറിയും ഇതിൽ നമുക്ക് വേണ്ട ലൈറ്റ് ഗ്രീനാണ്, ഡാർക്ക് ഗ്രീനായിട്ട്. വാട്ടർമെലൺ കുറച്ച് ബ്ലാക്ക് കളർ കൂടി ഉണ്ടാവില്ല, നമുക്ക് വെക്കാം. പക്ഷേ അത് കാണില്ല നന്നായി. ഓക്കെ, ഇനി നമ്മളാണിനി ടേപ്പ് ഒട്ടിച്ചിട്ടാണ് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് സ്മൂത്തായിരിക്കും. പിന്നെ ടേപ്പ് ഇങ്ങനെ ഒട്ടിക്കാം. ടേപ്പ് ഒട്ടിച്ചിട്ടാട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഒട്ടി നോക്കി ഇങ്ങനെ ഇഷ്ടം. ആദ്യം എങ്ങനെ നിങ്ങൾ ഈ ബാഗ് ഉണ്ടാക്കണം കേട്ടോ. ടാപ്പ് നമുക്ക് എടുക്കണം. ടാപ്പ്
ഇങ്ങനെ ടാപ്പ് അടിക്കുന്നു. നമ്മൾ കട്ട് ചെയ്യാം. ചേരം കട്ട് ചെയ്യാം. കറക്റ്റ് ഷേപ്പിന് കട്ട് ചെയ്യണം കേട്ടോ. ഇപ്പം ഞാനൊരു വാട്ടർമെലൻ ഇത് ഈ ഷേപ്പ് തന്നെയാണ് നമുക്ക് നോക്കാം. എന്നിട്ടൊരു ഷേപ്പ് തന്നെ സെയിം ഷേപ്പ്. അപ്പം നമുക്ക് ഇതും കൂടി കട്ട് ചെയ്യണേ. നമുക്ക് എന്നിട്ട് രണ്ടും ഒരുമിച്ചായി. നമുക്ക് ഇവിടെ കുറച്ച് ടാപ്പ് ഇവിടെ ടാപ്പ് ഇങ്ങനെ ഇനി ഇതിങ്ങനെ മടക്കി കൊടുക്കണം. ഇവിടെ കൂടി അങ്ങനെ ചെയ്ത് കൊടുക്കണം. സ്ക്വിഷാവും. ടാപ്പ് അടിച്ചെടുക്കാം. ഇവിടെ കട്ട് ചെയ്യണം കേട്ടോ. ഇവിടെയും കട്ട് ചെയ്യണം. പക്ഷെ ഇവിടെയും കട്ട് ചെയ്യണ വൈറ്റ് പാക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് സ്ക്വിഷ് ചെയ്യിക്കാം. പക്ഷെ ഇവിടുത്തെ ടേപ്പ് പോയിട്ട് നമ്മൾ അവിടെ കട്ട് ചെയ്യുന്നുണ്ട്. കുഞ്ഞി വാട്ടർമെലൻ കേട്ടോ. നമ്മുടെ ടേപ്പ് ഇവിടെ പൊട്ടിക്കുന്നുണ്ട്. കുഞ്ഞി കട്ട് ചെയ്ത് കുഞ്ഞി ഈ സൈഡില് പന്നി കെട്ടുണ്ട്. ഞാൻ കുറച്ച് പന്നി ഇട്ടിട്ടുള്ളൂ. കുറെ പന്നി ഇട്ടിട്ടുണ്ട്. പക്ഷെ എല്ലി കുറച്ച് കുഞ്ഞിയ വാട്ടർമെലനാ. അവിടെ കുറച്ച് പന്നി ആവശ്യമില്ല. നമുക്ക് 2 വാട്ടർമെലൻ സ്ക്വിഷ് ഉണ്ടാക്കാം. ആകെ എനിക്ക് തോന്നുന്നു കൊളായിട്ടില്ല. നമുക്ക് എന്തോന്നും ഇങ്ങനെ കയറ്റി വെക്കാം. ടേപ്പൊട്ടി ചെയ്യണ ഈ പന്നി ഇങ്ങനെ കാണുമോ തോന്നുന്നു. നമുക്ക് ടേപ്പാണ് കണ്ട. അയ്യോ കൊളയാ. അപ്പൊ നമ്മളുടെ വാട്ടർമെലൻ സ്ക്വിഷ് ആയിട്ടോ. സ്ക്വിഷ് ഇത് നമ്മള് നല്ലോണം സ്ക്വിഷ് ചെയ്യുന്നില്ല, കുറച്ച് സ്ക്വിഷ് ചെയ്യുന്നു. നമുക്ക് കിട്ടിയത് വാട്ടർമെലൻ ആക്കാം. നമുക്ക് ഇതിൽ ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കണം. ഇത് കൊള്ളും. സ്ക്വിഷീസ് നല്ല ഇഷ്ടം. നിങ്ങൾക്ക് പുറത്തുനിന്ന് എവിടെയെങ്കിലും പോയി സ്ക്വിഷ് വാങ്ങാൻ കിട്ടും. സ്ക്വിഷ് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം വാങ്ങുകയും ചെയ്യാം. പക്ഷെ പന്നി കുറച്ച് സ്ഥലത്തിന് കിട്ടും.
ഇവിടെ ഇങ്ങനെ ഉള്ളോട്ട് വെക്കണം. ഇനി വാട്ടർമെലൻ ഇവിടെ വേണം. ഇനി പോട്ട് വാട്ടർമെലൻ ആക്കരുത്. പക്ഷെ ആകെ വാട്ടർമെലൻ ആകെ പശയായിട്ടോ നമുക്ക് ഇവിടെ വേണ്ട. നമുക്ക് ഇതിൽ ഇതാക്കിയ പോലെ നല്ല ഒട്ടിപ്പിടിക്കും തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാലും തിരിഞ്ഞിടാം. നമുക്ക് എങ്ങനെയാലും ചൊറിഞ്ഞിട്ടാട്ടോ ഞാൻ ഈ വാട്ടർമെലൻ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയത്. നമുക്ക് ഒരു വാട്ടർമെലൻ ഉണ്ട് അതിട്ടോ. നമ്മളിപ്പോൾ എന്തൊക്കെയായി മെനു ആയി, പിന്നെ യൂഗോട്ടായി, വാട്ടർമെലനായി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ അപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മൾ മഷി എടുത്തിട്ട് ഇവിടെ വരയ്ക്കുക. പക്ഷെ ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ 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 ഇങ്ങനെ. പിന്നെ അപ്പത്തെ സൈഡും ഇപ്പോൾ ഇങ്ങനെ ആക്കിച്ച് ഇവിടെ മാത്രം ഇങ്ങനെ കട്ട് ചെയ്യണ ഭാഗമില്ല, ഇവിടെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബ്ലൈൻഡ് ബാഗ് ശരിക്കും കഴിഞ്ഞിരിക്കണേ. അപ്പോൾ നിങ്ങൾ ലൈക്കും ചെയ്യണം, ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്ലൂ തേക്കാം, നല്ല തൊട്ടു. ബ്ലൈൻഡ് ബാഗിൻ്റെ അൺബോക്സിങ് വീഡിയോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബൈ. ഓക്കെ, അപ്പം നമ്മളുടെ ബ്ലൈൻഡ് ബാഗ് തീർന്നു. ഞാൻ മുന്നേ കുറേ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ.